അതെ. ആഹാ എന്നോ മുതൽ നോത്തടുത്തടുത്ത് കണ്ടോ ആടി പറ്റണില്ലല്ലോ. അതാ സമയം കൊടു. ആടി ഹായ് ഫ്രണ്ട്സ്, ഡ്രീം ബ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കായലിൻ്റെ ഒരു ഭാഗത്താണ് കേട്ടോ. കായലിൻ്റെ കയറ്റം വരുന്ന ഭാഗമാണ്. അത് ചെറിയൊരു വീതി കുറഞ്ഞ സ്ഥലമാണ് കേട്ടോ അത്. അപ്പോൾ ഇവിടെ ചെമ്പല്ലി, ഈ ചാങ്കണ്ണി ഇങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് അടിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ജീവനുള്ള കൊഞ്ചും കൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമ്മുടെ ഒരു ആംഗിള് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ പുള്ളി കിട്ടിയായിരുന്നു, കാണിച്ചു തരാം. അതൊന്നിപ്പുണ്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. നല്ല വെയിലുണ്ട്, അതുകൊണ്ട് ആശാന് നല്ല കരിയിലിരിക്കണുണ്ട് കേട്ടോ. മീൻ അടിക്കണുണ്ട്. വേറൊരാൾ ഇവിടെ ഉണ്ട്, നമ്മളവിടെ കൂടെ ഉണ്ട്. സ്ഥിരം വരാറുള്ള പുള്ളിയാണ്. വീഡിയോ ഒക്കെ വലിച്ച് അങ്ങനെ നിൽപ്പുണ്ട്. അതിനകത്ത് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് കിടപ്പുണ്ട് മീൻ. ഇതാണ് ഐറ്റം കിട്ടുന്ന ഇതാണ് കേട്ടോ. 4-5 കിട്ടിയിട്ടുണ്ട്. മീൻ ഇങ്ങനെ അടിക്കുന്നുണ്ടാണ് പിന്നെ വീഡിയോ എടുക്കാൻ തന്നെ തീരുമാനിച്ചത് കേട്ടോ. ഇത് ചെയ്യുന്നതെന്ന് പറയുമ്പോഴേക്കും ജീവനുള്ള കൊഞ്ചാണ്. ജീവനുള്ള കൊഞ്ചിലാണ് മീൻ പിടിച്ചിട്ടുള്ളത് കേട്ടോ. ഇതിനകത്താണ് എയർ കൊടുത്ത് ഇട്ടിട്ടുണ്ട്. കുഞ്ഞു കൊഞ്ചാണ് കേട്ടോ. ചെറിയ ഐറ്റം കൊഞ്ചുകളാണ്. കാണിച്ചു തരാം. ജീവനുള്ളതാണ് കേട്ടോ. ചെറിയ കൊഞ്ചുകളാണ് കേട്ടോ. ഈ ചെറിയ കൊഞ്ചിലാണ് നമ്മൾ ഈ ചെറിയ തോടുകളിൽ നിന്ന് അരിച്ചു പിടിച്ചതാണ് കേട്ടോ. ഇത് ഞാനും ചത്തു അതുകൊണ്ടാണ് എയറൊക്കെ കൊടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ ചെയ്യുന്നതെന്ന് പറയുമ്പോഴേക്കും ഫ്ലോട്ട് ഇട്ടിട്ടുണ്ട്. ചൂണ്ടലൊരു ചെറിയ ഫ്ലോട്ട് ഇട്ടിട്ടുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ആ വെള്ളത്തിൽ കാണുന്ന ചുവപ്പ് കളർ അത് ഫ്ലോട്ടായിട്ട് പൊങ്ങി കിടക്കുന്ന സമയത്ത് മീൻ പിടിക്കുമ്പോഴേക്കും ആ ഫ്ലോട്ട് താഴുമ്പോഴേക്കും നമ്മൾ മേളിലോട്ട് ഇങ്ങനെ വെട്ടിച്ചാൽ മതി. ഉറപ്പായിട്ട് മീൻ കിട്ടും. അപ്പോൾ ഉപയോഗിക്കുന്ന റോഡ് വന്നിട്ട് ജാബേഴ്സിൻ്റെ റോഡ്, സ്റ്റാഡിക്കിൻ്റെ റീല്, ഷിമാനോടെ ബ്രൈഡാണ് കേട്ടോ കിടക്കുന്നത്. മീൻ ഇതുവരെയും പിടിയുണ്ടായിരുന്നു. സൈസുള്ള മീനും അടിക്കുന്നുണ്ട്. കൊണ്ടുപോയല്ലേ കൊഞ്ച് കൊടുത്തിട്ടൊന്ന് പോയി കേട്ടോ. അവർ കൊണ്ടുപോകുന്നവരും അറിയില്ല. പുള്ളി കൊഴിയാള കൊടുത്തിട്ടിരിപ്പുണ്ട് കേട്ടോ. കൊഴിയാളയിൽ സാറിന് നെടുമീനൊക്കെ പിടിക്കാറുണ്ട്. സാധാ കഴിച്ചുകൊണ്ടാക്കി കൊഴിയാളാണ് കേട്ടോ കൊടുത്തിട്ടിരിക്കുന്നത്. ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. നേരത്തെ കിട്ടുന്നതെല്ലാം കടിച്ചു പറിച്ചുകൊണ്ടൊക്കെ പോയി മീൻ. കടിച്ചിട്ടുണ്ടല്ലോ. എന്ത് ആമയായിരിക്കും കേട്ടോ. കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അടിക്കാൻ നോക്കാം കേട്ടോ. മീൻ അടിക്കാൻ നോക്കാം. മീൻ അത്യാവശ്യം മറിച്ചിട്ടുണ്ട്. നല്ല മറിച്ചിട്ടുണ്ട് കേട്ടോ. മീനുണ്ട്. നല്ല ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ. അവിടെ തന്നെ അത് എടുത്തിട്ടുണ്ട്. മീൻ അടിച്ചു. സൈസ് ഉണ്ട് കേട്ടോ. അതെ അതാ പോയി നിസ്സാരമായിട്ടാണ് പിടിച്ചത്. പണ്ടത്തെ വേലകളെന്നാണ് പറയുന്നത്. അവരെ പണ്ടത്തെ വേലകൾ. കഴിച്ചുകൊണ്ടൊക്കെ രാജാവായിരുന്നു കേട്ടോ. ഇപ്പോൾ കഴിച്ചുകൊണ്ടെന്ന് നമുക്ക് വേണ്ട. റോഡ് റീലൊക്കെ പറ്റുള്ളൂ. എന്നാണ് ബൈറ്റ് ഉപയോഗിച്ചുള്ള പിടുത്തം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ തലഭാഗത്താണ് ഇങ്ങനെ കൊരുക്കുന്നുണ്ടോ. ഇങ്ങനെ തലയുടെ ഭാഗത്താണ് ഇങ്ങനെ കൊരുത്തെറിയണം കേട്ടോ. ചെറിയ കുഞ്ഞൻ കൊഞ്ചുകളാണ്. നമ്മൾ വെളുപ്പിന് പോയി അരിച്ച് പിറക്കി എടുത്തതാണ് കേട്ടോ. നമ്മളെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ അരിച്ച് പിറക്കി എടുക്കാൻ കിട്ടും. ഇതുപോലത്തെ സാധനം ചെറിയ ടൈപ്പ് ഒരുപാട് കിട്ടും കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ കാസ്റ്റിങ് 6-7 മീൻ പിടിച്ചായിരുന്നു. അപ്പോൾ വീഡിയോ എടുത്തതിന് ശേഷം രണ്ടാമത്തെ കാസ്റ്റിങ്ങാണത്. മീൻ അടിക്കണ്ട. ചെമ്പല്ലിയൊക്കെ ഇവിടെ ഉണ്ട്. ഇഷ്ടം പോലെ ചെമ്പല്ലിയൊക്കെ ഉണ്ട്. അടിക്കേണ്ടതാണ്.
ഈ മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വലിച്ചിട്ട് കൊടുത്ത് അടിക്കുമല്ലേ? അത് അടിച്ച് നീ ഒരു സമയം കൊടുക്കും. അത് പോയി എൻ്റെ വാലെല്ലാം കണ്ട പിടിച്ചാണെന്ന് തോന്നുന്നു. വാലിൽ പിടിച്ചുകൊണ്ട് പോയി ഉണ്ട് കൊണ്ടുപോയി. ഇല്ലല്ലോ ഉണ്ടോ? ഉണ്ട് അടുത്തുണ്ട്. കൊഞ്ചുണ്ടോ? അടിക്കും അടിച്ചിട്ടുണ്ട്. പൊങ്ങിച്ചാടി നമ്മുടെ ഈ കാളാഞ്ചി കണക്കൊരു ഐറ്റമാണ് കേട്ടോ. പൊങ്ങിച്ചാട്ടം കൂടുതലാണ് അവൻ. ഇത് കയ്യാളായിട്ട് നമ്മുടെ അങ്കിൾ വന്നിട്ടുണ്ട്. പെട്ടെന്ന് ജോലിക്ക് പൈസ കൊടുത്ത് കയറിയിരിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ വേണ്ട, ആശാനാണ് ആശാൻ. മീൻ പിടിക്കാൻ വിദഗ്ധനല്ല, ചൂണ്ട എടുക്കാൻ വിദഗ്ധനാണ് കേട്ടോ. പല്ലൊക്കെ കടിച്ച് എടുക്കൂ. അതിന് പല്ല് കണ്ടോ? പല്ല് ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിലും അത് ഭയങ്കര ഒരു അരവുള്ള പല്ലാണ് കേട്ടോ. അത് നമ്മളെ ഈ ലൈനൊക്കെ പെട്ടെന്ന് കടിച്ച് പൊട്ടിക്കുന്നത് അരവുള്ള പല്ലാണ്. അതിട്ടോ ഇടൂ സാർ. കിട്ടിയിട്ടുണ്ട്. അടുത്ത് ഫസ്റ്റ് ടൈം പോകുന്നുണ്ട് കേട്ടോ. ശരിയാ, റോഡ് റീലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും പിടിക്കാൻ വേണ്ടിയിട്ട്. ഇത് പിടിച്ച ഉടനെ വലിച്ചു പറിച്ച് കയറ്റുന്ന രംഗമാണ്. അവിടെ ഓട്ടിപ്പൊന്നുമില്ല. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ മീനിനെ ഓടിച്ച് തളത്തിയേക്കണ കയറുന്നത്. പുള്ളി വലിച്ചൊരൊറ്റ കയറ്റാണ്. മീനടിച്ചിട്ടുണ്ട്. ജീവനുള്ള കൊഞ്ചുണ്ടെങ്കിൽ എന്ത് മീനും പിടിക്കാം കേട്ടോ. പറവറ പിടിക്കും, ഇതുപോലെ അല്ല. ഇതാ അത് ഒരിടത്തോളം ഇതോ കയ്യാൾ. അത് ഇത് കൊള്ളാം. മുള്ളിലല്ല, അങ്ങനെ പിടിയൊന്നില്ല അങ്ങോട്ട്. ആഹോ, എന്നും ഒരു കാര്യം സാറിന് മീനെ കിട്ടിക്കഴിഞ്ഞാൽ ചവിട്ടി വരയ്ക്കാണ്. ചവിട്ടി അയ്യേ ഏതാണ്ട് ഒരു ചാക്കാവറായിട്ടുണ്ട്. അതെ, ഇവിടെ എന്തെങ്കിലും അങ്ങോട്ട് കിട്ടിയാൽ മതി. എടുത്തിട്ടുണ്ട്. അടിച്ചു അരക്കിലേക്ക് മേളിൽ വരുമല്ലേ? വീഡിയോ എടുക്കാൻ നോക്കിയ അതിൻ്റെ ഫ്രണ്ട് കയറി തന്നെ എടുക്കണം. നന്നായി ബെസ്റ്റ് അണ്ണൻ. നമ്മുടെ സാധാ ഇടുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ മീൻ എടുക്കൂല. ഒരു 1/2 മീറ്ററിൻ്റെ മേളല്ലേ ഫ്ലോട്ട് കിടക്കണേ അല്ലേ? 1/2 മീറ്റർ വരില്ലേ? അരയന്ന വരും അല്ലേ? അത്രയും ദൂരത്തിന്. അടുത്തൊരു ചെമ്പല്ലി. ബെസ്റ്റ്. ചെമ്പല്ലിക്ക് കാട്ടണാത്ത അതൊക്കെ നടക്കൂല, അത് കിട്ടൂല. ഉണ്ടാകുന്നത് ഉണ്ട്. താഴെ വിടുന്നു.
അയ്യോ അത് നല്ല എടുപ്പായിരുന്നല്ലേ. ഫ്ലോട്ട് താഴത്തൊക്കെ കാണിച്ചു തരാം കേട്ടോ. അടുത്ത് തന്നെയാണ് പറഞ്ഞത് കേട്ടോ. അടുത്ത് ഇടുമ്പോഴേക്കും നമുക്ക് ഫ്ലോട്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റും. പിന്നെ അതിനാ കൊഞ്ച് അടിച്ചു. ആ അയ്യോ വേറെ ലെവലാണല്ലേ. ഇളവി അതിന് ഇളവിയല്ലേ. ഇളവി എല്ലാം ഒരേ സൈസ് തന്നെ. അടുത്ത് തന്നെയാണ് കേട്ടോ ഇനി ഇടുന്നത്. അടുത്ത് മീൻ അടിക്കുന്നുണ്ട്. നേരത്തെ ലൈവായിട്ട് കാണാമായിരുന്നു കേട്ടോ മീൻ. കൊഞ്ചിങ്ങനെ തെറിച്ച് കിടക്കുന്ന സമയത്ത് ലൈവായിട്ട് കാണാമായിരുന്നു മീൻ എടുക്കണത് കേട്ടോ. അതാ എടുത്തിട്ടുണ്ട്. ഈടാ പോയി എടുത്ത് നിൽക്കി. ഈടാ അങ്കിളിൽ മീൻ അടിച്ചിട്ടുണ്ട്. പോയോ? ഹാൻഡ് ലൈനും മീൻ പിടിച്ചായിരുന്നു കേട്ടോ. പൊടിച്ചോണ്ട് പോയി. സൈസ് മീനായിരുന്നു കേട്ടോ. അത് സൈസ് മീനായിരുന്നു. പൊടിച്ചോണ്ടോ അല്ലേ? കുഴപ്പമില്ല. അടുത്ത് ചൂണ്ട കെട്ടി കയറി. ഇവിടെ നിന്നും പോയി മീൻ പറഞ്ഞാൽ പൊടിച്ചോണ്ട് പോയി. പക്ഷെ പൊടിച്ചോണ്ടല്ല, ഇളകി പോയി. ആ താന്നല്ലേ കൊഞ്ച് തന്നാ. അത് കാണാനില്ല. അതാ മീനെടുത്ത് വിട്ട് കളഞ്ഞു കേട്ടോ. എനിക്ക് ചൂണ്ടൽ കടി പറ്റുമായിരിക്കും. അങ്ങനെ ആയിരിക്കും വിട്ട് കളയണത്. കൊഞ്ച് കാണാനില്ല. ഉണ്ടോ? അങ്ങനെ അത് തന്നെ. ഇപ്പം വരും ആശ. ഇപ്പം വരും. അടുത്ത് ഉണ്ടോ? ആടി പറ്റുന്നില്ലോ. അയ്യടാ പൂച്ചേ കിട്ടിയ അതാണ് തറയിടുന്നു. അതാണ് സംഭവം. പെട്ടെന്ന് ഇളകി പോകണം കേട്ടോ എൻ്റെ വായിന്ന്. ചൂണ്ട എത്ര നമ്പർ അത്? അതാ ചാകര. മീൻ വരുന്ന കാണാം കേട്ടോ. ഇവിടെ മീൻ കൊഞ്ച് കിടന്ന് കളിപ്പം നല്ല തെറിച്ച് നിൽക്കണം കൊഞ്ച് കേട്ടോ. അത് കയറി പെട്ടെന്ന് വെട്ടി പിടിക്കുന്നുണ്ട്. അത് എടുത്തിട്ടുണ്ട്. പോയി. ചെമ്പല്ലേക്ക് കൊണ്ട് പടക്കം അടിക്കണ്ടേ? കണ്ടു കഴിഞ്ഞാൽ അടിക്കും കേട്ടോ. ശകലം മതി. ശരി എടുത്തില്ല. താന്നുന്നില്ല. അടുത്ത് വന്നതേ ഉള്ളൂ. വരമെന്നാലേ അറിയാം. ഒരു എൻ്റെ ഗ്ലേസിങ് മീനിൻ്റെ വെട്ടം കണ്ട. അതാ സമയം കൊടു. അടി. അതാ അടിച്ചു. പിന്നെയും നാഞ്ചിൽ പാലാങ്കണ്ണി ഇങ്ങനെയൊക്കെ പറയുന്ന മീനാണ് കേട്ടോ. ചത്തകൊഞ്ച് പിടി. നമുക്കിന്ന് ഇത്രയും കിട്ടിയ ഇന്നത്തെ വേട്ടയാണ് കേട്ടോ നമ്മുടെ. കുഴപ്പമില്ല കഴിവ. ഇത്രയാണ് മീൻ. രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് കയറി എന്നാണ്. രണ്ടുപേരും കൂടെ പിടിച്ച മീനാണ് കേട്ടോ. രണ്ടുപേരും കൂടെ മത്സരിച്ചിട്ടുള്ള പിടിയായിരുന്നു. പക്ഷേ ഒരാൾ പറക്കിയിടാൻ മാത്രമേ ഉള്ള, ഒരാൾ പിടിച്ചു അത്രയും. അപ്പോൾ ഇത് അത്രയാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പുതിയ വീഡിയോ ഞാൻ വീണ്ടും വരും. ഓക്കെ, ബൈ.